ഒരു അധ്യാപികയുടെയും അവരുടെ പ്രിയപ്പെട്ട ശിഷ്യഗണത്തിന്റെയും വിശേഷങ്ങളിലേക്കാണ്. ഇടുക്കി വണ്ടൻമേട് MES സ്കൂളിലെ അധ്യാപികയായ സൈനബ ടീച്ചർ വിരമിക്കുകയാണ്. സാധാരണ അധ്യാപകർ വിരമിക്കുമ്പോൾ കുട്ടികൾ സമ്മാനങ്ങൾ നൽകാറുണ്ട്. എന്നാൽ ഇതുവരെ ആരും നൽകിയിട്ടില്ലാത്ത സമ്മാനം നൽകിയാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സൈനബ ടീച്ചറെ യാത്രയാക്കിയത്. ഇതാണ് സൈനബ ടീച്ചർ. വണ്ടൻമേട് MES ഹയർ സെക്കൻഡറി സ്കൂളിലെ നീണ്ട വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം മെയ് 31 ടീച്ചർ സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. വിദ്യാർത്ഥികൾ അവരുടെ പ്രിയപ്പെട്ട അധ്യാപികയ്ക്ക് സ്കൂൾ അടയ്ക്കുന്ന ദിവസം രഹസ്യമായ ഒരു സമ്മാനം നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതറിഞ്ഞ ടീച്ചർ കുട്ടികൾക്ക് മുമ്പിൽ മറ്റൊരാവശ്യം മുമ്പോട്ട് വെച്ചു. പ്രതിജ്ഞ: ഞാൻ എൻ്റെ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല. ലഹരി ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നവർക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. ഇത്രയുമാണ് അവർ പ്രതിജ്ഞ എടുത്തത്. യാതൊരു മടിയും കൂടാതെ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപികയുടെ ആവശ്യം ആ കുട്ടികൾ സാധിച്ചു കൊടുത്തു. ടീച്ചറുടെ തലയിൽ കൈവച്ച് ലഹരിക്കെതിരായ പ്രതിജ്ഞ ചൊല്ലി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല. ലഹരി ഉപയോഗിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും ഞാൻ കൂട്ടുനിൽക്കില്ല. വണ്ടൻമേട് MES ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളുടെയും ഇത്തവണ 9ാം ക്ലാസ് വിദ്യാർത്ഥികളുടെയും ടീച്ചറായിരുന്നു സൈനബ ബീബി. ക്ലാസ്സിലെ കുട്ടികൾ അത്രയും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സൈനബ ടീച്ചർ തന്റെ അധ്യാപന ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. സാഹചര്യം നമ്മുടെ സമകാലികമായിട്ടുണ്ടാകുന്ന സംഭവങ്ങളാണ്. ലഹരിക്ക് അടിമപ്പെടുന്നു, ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു, നമ്മുടെ ഭാവി തലമുറ അവരുടെ ജീവിതം നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഷഹബാസിന്റെ കാര്യം നമ്മൾ ഈ അടുത്തിടയ്ക്ക് കേട്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ദുരന്തം ഇനി ഉണ്ടാകരുത് എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഒരു ആവശ്യം ഞാൻ അവരോട് ഉന്നയിച്ചത്. 2021 സംസ്ഥാന അധ്യാപിക അവാർഡും സൈനബ ടീച്ചറെ തേടിയെത്തി. കുട്ടികളെ ശാസിച്ചും സ്നേഹിച്ചും ചേർത്ത് നിർത്തിയാൽ മറ്റു ലഹരികൾ തേടി കുട്ടികൾ പോകില്ലെന്നാണ് സൈനബ ടീച്ചറുടെ പക്ഷം. സുബിൻ തോമസ്, ജനം, ഇടുക്കി.